പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് +2 റിസൾട്ട് വന്നിരിക്കുന്ന ഈ സമയത്ത് 10ാം ക്ലാസ്സിന് ശേഷം +2വിന് ശേഷം എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, എന്തൊക്കെ സാധ്യതകളുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വാട്സപ്പ് ചർച്ച സംഘടിപ്പിച്ച കോഡൂർ പഞ്ചായത്ത് MSF കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു. കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് കോഴ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോരുത്തർക്കും അനുയോജ്യമായ കോഴ്സ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ കരിയർ എന്നുള്ളതിന് ജീവിതം എന്നുള്ള അർത്ഥം കൂടെയുണ്ട്. ജീവിതത്തെ ഗൈഡ് ചെയ്യുക എന്ന് വേണമെങ്കിൽ ഇതിന് മലയാളത്തിൽ നമുക്ക് അർത്ഥം പറയാം. തീർച്ചയായിട്ടും കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് എവിടെയൊക്കെ എന്തൊക്കെ കോഴ്സുകളുണ്ട്, ഏതൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ന് കണ്ടെത്തി അവരെ ശരിയായ രീതിയിൽ നയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കാരണം കോഴ്സുകളുടെ മലവെള്ളപ്പാച്ചിലുകളാണ് ഇപ്പോൾ ഉള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 1-2 വർഷം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാവുന്ന കോഴ്സുകൾ, 3-4 വർഷം പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ, 5-6 വർഷം പഠിക്കാവുന്ന കോഴ്സുകൾ, 10ഉം അതിലേറെയും പഠിക്കാനുള്ള കോഴ്സുകൾ, ഇത്തരത്തിൽ വിവിധ കോഴ്സുകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഓരോ മേഖലയിലും അനുദിനം പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ എൻ്റെ കുട്ടിക്ക് എനിക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ആദ്യം കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്ന്, ഏറ്റവും പ്രധാനം അഭിരുചിയാണ്. അഭിരുചി എന്ന് പറയുന്നത് ഓരോ കുട്ടിയിലും ജന്മനാലുള്ള വാസനയാണ്. മ്യൂസിക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിക്ക് മ്യൂസിക്കിൻ്റെ അഭിരുചി ഉണ്ടാവണം. ശാസ്ത്ര മേഖലയിലേക്ക്, ഗവേഷണ മേഖലയിലേക്ക് പോകാനുള്ള കുട്ടിക്ക് ഗവേഷണ മേഖലയിൽ അഭിരുചി ഉണ്ടാവണം. ആർക്കിടെക്റ്റ് ആവുക, ആർക്കിടെക്ചറിൻ്റെ മേഖലയിലേക്ക് പോകാനുള്ള താല്പര്യമുള്ള ആൾക്ക് ആർക്കിടെക്ചർ മേഖലയിൽ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനുള്ള ജന്മനാനുള്ള കഴിവുണ്ടാവണം. ഇതേപോലെ ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട് അതിനനുസരിച്ചുള്ള അഭിരുചിയുള്ളവർ മാത്രമേ ആ മേഖലയിലേക്ക് പോയാൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയുള്ളൂ. ഇന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ അഭിരുചി പരീക്ഷ നടത്തിയിട്ട് കുട്ടികളെ കഴിവുകൾ കണ്ടെത്തി ആ മേഖലയിലേക്ക് നയിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. മലപ്പുറത്തും കോഴിക്കോടൊക്കെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന CIGI, സെൻറ്റർ ഫോർ ഇൻഫോർമേഷൻ ഗൈഡൻസിൻ്റെയൊക്കെ സഹായങ്ങൾ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ മറ്റൊന്ന് കുട്ടികളുടെ താല്പര്യമാണ്. താല്പര്യം എന്ന് പറയുമ്പോൾ ഇവിടെ രക്ഷിതാക്കളുടെ താല്പര്യമല്ല, കുട്ടികളുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് രക്ഷിതാക്കൾക്ക് പലതരത്തിൽ താല്പര്യങ്ങളുണ്ടാവാം. എൻ്റെ കുട്ടിയെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, സയൻറ്റിസ്റ്റാക്കണം, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാക്കണം എന്നൊക്കെ. പക്ഷേ പഠിക്കേണ്ടത്, ജോലി ചെയ്യേണ്ടത് നമ്മുടെ മക്കളാണെന്ന് അറിയുക. അവർക്ക് താല്പര്യമുള്ള മേഖലയിൽ അവർ പോയാൽ മാത്രമേ അവർക്ക് അത്തരത്തിൽ പഠിക്കാനും മുന്നേറാനും കഴിയുള്ളൂ. അതുകൊണ്ട് കുട്ടിയുടെ താല്പര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് കുട്ടിയുമായിട്ട് ചർച്ച ചെയ്ത് ആലോചിച്ചിട്ട് വേണം ആ മേഖലയിലേക്ക് നയിക്കാൻ. ഇപ്പോൾ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഏത് കോഴ്സ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കുട്ടിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാനാണ് താല്പര്യം. +2 കഴിഞ്ഞിട്ട് BA ഫോട്ടോഗ്രാഫി, MA ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. മ്യൂസിക് പഠിക്കണോ, BA മ്യൂസിക്, MA മ്യൂസിക് ഉണ്ട്. ചിത്രകല പഠിക്കണോ, +2വിന് ശേഷം BFA ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ്, MFA മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് എന്നിങ്ങനെ പഠിച്ചു പോകാം. പഴയ നാണയങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കണോ, BA ന്യൂമിസ്മാറ്റിക്സ് എന്നും പറഞ്ഞിട്ട് കോഴ്സുകൾ ലഭ്യമാണ്. ആനിമേഷൻ പഠിക്കണോ, അതിന് ഡിഗ്രി തലത്തിൽ കോഴ്സ് ഉണ്ട്. അഭിനയം പഠിക്കണോ, സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹി പോലെയുള്ള സ്ഥാപനങ്ങളിൽ കോഴ്സുകളുണ്ട്. ഫിലിം ഡയറക്ഷൻ പഠിക്കണോ, അതിനും അത്തരത്തിലുള്ള കോഴ്സുകൾ ലഭ്യമാണ്. ഇത്തരത്തിൽ ഏത് കോഴ്സാണോ നമുക്ക് പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ചുള്ള കോഴ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കുട്ടിയായിട്ട് ആലോചിച്ചിട്ട് അവർക്ക് താല്പര്യമുള്ള, ഇപ്പോൾ താല്പര്യം എന്ന് പറയുമ്പോൾ താല്പര്യവും അവരുടെ അഭിരുചിയും ഒന്നിച്ചാവണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എനിക്കിപ്പോൾ യേശുദാസിനെ പോലെ പാടണമെന്ന് താല്പര്യം ഉണ്ടാവാം, പക്ഷേ പാടാനുള്ള അഭിരുചി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ BA മ്യൂസിക് പോലുള്ള കോഴ്സുകൾക്ക് ചേർന്നിട്ട് അത്തരത്തിൽ മുന്നേറാൻ കഴിയുള്ളൂ. അതേപോലെ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായ ബിൽഡിങ്ങൊക്കെ ഡിസൈൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാവാം, പക്ഷെ അത് താല്പര്യമാവാം.
പക്ഷേ എനിക്കതിന് വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനുള്ള ജന്മനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ ആപ്റ്റിറ്റ്യൂഡുള്ള മേഖലയിൽ താല്പര്യമുണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം, പ്ലസ് ടുവിന് ശേഷം അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം എത്ര വർഷം എനിക്ക് പഠിക്കാൻ കഴിയുമെന്ന് കൂടെ ആലോചിക്കേണ്ടതുണ്ട്. കോഴ്സിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, പ്ലസ് ടു അല്ലെങ്കിൽ 10th കഴിഞ്ഞിട്ട് 2 വർഷം കൊണ്ടും 3 വർഷം കൊണ്ടും 4 വർഷം കൊണ്ടും 10 വർഷം കൊണ്ടൊക്കെ പഠിച്ച് തീരാനുള്ള കോഴ്സുകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അത്തരമുള്ള കോഴ്സുകൾക്ക് ചേരുമ്പോൾ എത്ര വർഷം പഠിക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആവണമെന്ന് താല്പര്യമുള്ളൊരു കുട്ടി, അതിന് അഭിരുചിയുള്ളൊരു കുട്ടിക്ക് പ്ലസ് 2 തലത്തിൽ സയൻസ് പഠിക്കുന്നതാണ് അഭികാമ്യം. അത് കഴിഞ്ഞ ശേഷം BSc സൈക്കോളജി, അതിനുശേഷം MSc സൈക്കോളജി, പ്ലസ് 2 ശേഷം 3 വർഷം ഡിഗ്രി, 2 വർഷം PG, 5 വർഷം. അതുകൊണ്ടൊരു സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. വീണ്ടും ക്ലിനിക്കൽ സൈക്കോളജിയിൽ MPhil കൂടെ ചെയ്യണം. അതിന് വീണ്ടും 1 വർഷത്തിലധികം സമയം എടുത്തേക്കാം. അല്ലെങ്കിൽ PhD ചെയ്യണം, അത് 2-3 വർഷം സമയം എടുത്തേക്ക് വന്നേക്കാം. അപ്പോൾ പ്ലസ് 2 കഴിഞ്ഞിട്ട് ഒരു 6-7 വർഷം പഠിക്കാൻ സന്നദ്ധതയിലൊരു കുട്ടിക്ക് മാത്രമേ നല്ലൊരു കൗൺസിലറായിട്ട് സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനും ജോലി കണ്ടെത്താനും കഴിയുള്ളൂ എന്നർത്ഥം. ബയോടെക്നോളജിസ്റ്റ് ആവണമെങ്കിൽ ഡിഗ്രി തലത്തിൽ പ്ലസ് 2 കഴിഞ്ഞ പ്ലസ് 2 സയൻസ് പഠിച്ചിരിക്കണം. ഡിഗ്രി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ സയൻസ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കണം. അതിനുശേഷം വീണ്ടും എൻട്രൻസ് എഴുതിയിട്ട് MSc ബയോടെക്നോളജിക്ക് ചേരണം. 3 വർഷം ഡിഗ്രി, അത് കഴിഞ്ഞ് 2 വർഷം PG, 5 വർഷം. അതിനുശേഷം വീണ്ടും ഒരു റിസർച്ച് ഫീൽഡിലേക്ക് പോകുമ്പോഴാണ് ആ മേഖലയിൽ ഒരു ജോലി കണ്ടെത്താൻ കഴിയുക. MBAയും അതുപോലെയുള്ളതാണ്. അപ്പോൾ ഇത്തരം കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ എത്ര വർഷം പഠിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ ഷോർട്ട് ടേം കോഴ്സുകൾ, മിഡ് ടേം കോഴ്സുകൾ, ലോങ് ടേം കോഴ്സുകൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. ഷോർട്ട് ടേം കോഴ്സുകൾ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നേരിട്ട് ജോലിയിലേക്ക് എത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളാണ്. ഉദാഹരണമായിട്ട് ITIയിലുള്ള 2 വർഷത്തെ കോഴ്സുകൾ, പ്ലംബിംഗ് ആൻഡ് വയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഡീസൽ മെക്കാനിക്ക് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കോഴ്സുകൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ITIയിൽ ലഭ്യമാണ്. മാർക്കിൻ്റെ ബേസിലാണ് അഡ്മിഷൻ, 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ ബേസിലാണ് അഡ്മിഷൻ. ഇനി പ്രൈവറ്റ് ITI ഉള്ളത് കൊണ്ട് മാർക്ക് കുറഞ്ഞ ആൾക്കാർക്കും ഇത്തരം മേഖലകളിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കാം. ITIയിലെ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2 വർഷം കൊണ്ട് ഒരു സ്കിൽഡായിട്ടുള്ള ഒരു വർക്കറായിട്ട് നമുക്ക് മാറാൻ പറ്റും, പെട്ടെന്ന് തന്നെ ജോലിയിൽ എത്താൻ പറ്റും. MSc ഇപ്പം പ്ലസ് 2 കഴിഞ്ഞു, 3 വർഷം BSc ഫീസ്, 2 വർഷം MSc ഫീസ്, 5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ പോലും ജോലി കിട്ടുന്നൊരു ഉറപ്പുമില്ല. അതേ സ്ഥാനത്ത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 2 വർഷത്തെ വയറിംഗ് ആൻഡ് പ്ലംബിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതേപോലുള്ള കോഴ്സുകൾ കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ മാർക്കുകൾ കുറഞ്ഞ ദീർഘകാലം പഠിക്കാൻ സന്നദ്ധതയില്ലാത്ത കുട്ടികൾക്ക് എപ്പോഴും നല്ലത് ITI പോലെയുള്ള കോഴ്സുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ ജോലി കണ്ടെത്താൻ ഏറെ സഹായകരമായിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് പോകാൻ പറ്റുന്ന മറ്റൊരു കോഴ്സാണ് പോളി, 3 വർഷത്തെ പോളിടെക്നിക് കോഴ്സുകൾ. നേരത്തെ പറഞ്ഞ പോലെ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ 3 വർഷത്തെ കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് പോളിയിൽ ലഭ്യമാണ്. പോളിയിൽ 3 വർഷം കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് വേണമെങ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സാമ്പത്തികമാണ്. ചില കോഴ്സുകൾക്ക് നല്ല സാമ്പത്തികം ആവശ്യമായിട്ട് വന്നേക്കാം. ഉദാഹരണമായിട്ട് പൈലറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നൊരു കുട്ടി, പൈലറ്റ് ആവണമെങ്കിൽ പ്ലസ് 2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. അതിനുശേഷം ഒരു 4 വർഷത്തെ കോഴ്സുകൾ കൊണ്ടാണ് ഒരു കൊമേഴ്സ്യൽ പൈലറ്റ് ആവാൻ കഴിയുക. കൊമേഴ്സ്യൽ പൈലറ്റ് ആവണമെങ്കിൽ ആദ്യം സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ് ലഭിക്കും, പിന്നീട് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് കിട്ടും. അതിനുശേഷം ആണ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടുക. നമുക്ക് എയർ ഇന്ത്യയിലോ ഗൾഫ് എയറിലോ അതുപോലെ വിമാനങ്ങളിൽ പൈലറ്റ് ആവാൻ കഴിയാം. ഏകദേശം 250 മണിക്കൂറിനടുത്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 250 മണിക്കൂർ ഒരു വിമാനം നമുക്ക് വേണ്ടി മാത്രം ആകാശത്ത് പറക്കണം. അതിൻ്റെ ചിലവ് നമ്മൾ തന്നെ വഹിക്കണം. ഇപ്പോഴുള്ള അവസ്ഥയിൽ ഒരു കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടാൻ 30 മുതൽ 40 ലക്ഷം രൂപ വരെ ചിലവ് വന്നേക്കാം. ഇത്രയും ചിലവാക്കി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല.
കാരണം ഇന്ത്യൻ പൈലറ്റിന് വേൾഡ് മാർക്കറ്റിൽ ഡിമാൻഡ് വളരെ കുറവാണ്. പിന്നെ പൈസ ഇല്ലാതെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ NDA എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട്, UPSC നടത്തുന്ന, എല്ലാ വർഷവും നടത്തുന്ന NDA എന്ന് പറയുന്ന പരീക്ഷയുണ്ട്, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള പരീക്ഷ. ആ പരീക്ഷയിലൂടെ എയർഫോഴ്സ്, നേവി, ആർമി ഈ 3 മേഖലയിലേക്കും കടന്നു ചെല്ലാം. ഇപ്പോൾ സയൻസ് എടുക്കുന്ന ആൾക്ക് എയർഫോഴ്സിലേക്കും നേവിയിലേക്കും ആർമിയിലേക്കും പോകാം. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പ്ലസ് 2 തലത്തിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ആർമിയിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ സൈനിക മേഖലയിലേക്ക് പോകുമ്പോൾ എയർഫോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എയർഫോഴ്സിൽ നിന്ന് പൈലറ്റ് എൻട്രി ഉണ്ട്. അങ്ങനെ പൈലറ്റ് ആയി കഴിഞ്ഞാൽ സർക്കാർ ചിലവിൽ, മിലിറ്ററിയുടെ ചിലവിൽ തന്നെ നമുക്ക് പണമില്ലാതെ പഠിക്കാം. ഒരു നിശ്ചയ കാലം എയർഫോഴ്സിൽ വർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് പ്രൈവറ്റായിട്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതാണ്. പൈലറ്റിനെ കുറിച്ച് പറയുമ്പോൾ ചില കുട്ടികൾ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നുള്ള കോഴ്സിന് പോകുന്നുണ്ട്. ശ്രദ്ധിക്കുക, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന കോഴ്സാണ്. ഏകദേശം 20 ലക്ഷം വരെയൊക്കെ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും തൊഴിൽ സാധ്യത താരതമ്യേന ഇല്ല എന്ന് തന്നെ പറയാം. എനിക്കെന്നെ പരിചയമുള്ള ഒരുപാട് കുട്ടികൾ ഇത്രയും കാശ് മുടക്കി പഠിച്ചിട്ട് ഒരു ജോലിയും കിട്ടാതെ തേരാപ്പാര നടക്കുന്നതായിട്ട് അറിയാം. വർഷത്തെ പോളിടെക്നിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർ പഠനം ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക്, BTech കോഴ്സിലേക്ക് ചേരാനുള്ള അവസരങ്ങളുണ്ട്. BTechൻ്റെ സെക്കൻഡ് ഇയറിലേക്ക് അല്ലെങ്കിൽ 3ാമത്തെ സെമസ്റ്ററിലേക്ക് നേരിട്ട് ചേരാൻ പറ്റും. പിന്നീട് 3 വർഷം കൂടെ പഠിച്ചിട്ട് എഞ്ചിനീയർ എന്ന രീതിയിൽ തന്നെ BTech കംപ്ലീറ്റ് ചെയ്യാനും അവസരങ്ങളുണ്ട്. ക്ലാസ് കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട കോഴ്സുകളുടെ ഒരു ഓട്ടപ്രദർശനമാണ് ഞാനിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഇവിടെ സമയമുള്ളൂ. ഒന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഹയർ സെക്കൻഡറി, കേരള ഹയർ സെക്കൻഡറി. അതിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിലായി 46 ഓപ്ഷനുകൾ ലഭ്യമാണ്. എല്ലാ ഓപ്ഷനെക്കുറിച്ചും ഇവിടെ വിശദീകരിക്കാനുള്ള സമയമല്ല. വെബ്സൈറ്റ് നോക്കിയാൽ ഡീറ്റെയിൽസ് ലഭിക്കും. കൂടാതെ CBSE, ICSE, NIOS തുടങ്ങിയ മേഖലയിലും +1 ചേരാവുന്നതാണ്. പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കേരളത്തിലെ 389 സ്കൂളിലായി 35 വിഭാഗത്തിൽ VHSE കോഴ്സുകളുണ്ട്. അതിൽ ചില കോഴ്സുകൾ, ഉദാഹരണമായിട്ട് ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഓട്ടോമൊബൈൽ കോഴ്സ്, വെറ്ററിനറി സയൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കോഴ്സ്, ഇതൊക്കെ തൊഴിൽ സാധ്യതയുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ തന്നെ തൊഴിൽ ലഭിക്കാവുന്ന കോഴ്സുകളാണ്. മാത്രമല്ല +2 കഴിഞ്ഞിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും VHSE കോഴ്സുകൾ കഴിഞ്ഞാലും പോകാവുന്നതാണ്. ഈ IHRD കീഴിൽ ഏകദേശം 15ഓളം ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലുണ്ട്. മലപ്പുറത്തും എടപ്പാൾ, മഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ IHRDയുടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവിടെയും +1 ചേരാവുന്നതാണ്. പിന്നെ അറബിക്ക് പോലെയുള്ള സബ്ജക്റ്റിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അഫ്സൽ ഉലമ കോഴ്സുകൾക്ക്, വിവിധ അറബി കോളേജിലുള്ള അഫ്സൽ ഉലമ കോഴ്സുകൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നേരിട്ട് ചേരാവുന്നതാണ്. പിന്നെ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലുള്ള ആർട്സ് ഹയർ സെക്കൻഡറിക്കൊപ്പം കഥകളി വേഷം, കഥകളി, സംഗീതം, ചണ്ട, മന്ദളം, കൂടിയാട്ടം, തുള്ളൽ, മൃദംഗം, തെമില, നൃത്തം, കർണാടക സംഗീതം എന്നിവയിൽ ഏതെങ്കിലും ഒന്നുകൂടെ +2 കൂടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ കലാമണ്ഡലത്തിൽ ലഭ്യമാണ്. ഇത്തരത്തിൽ കലയിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക്. പോളിടെക്നിക്കിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. പോളിടെക്നിക്കിൽ ഏകദേശം 19 ബ്രാഞ്ചുകളാണുള്ളത്. 51ഓളം പോളിടെക്നിക് കോളേജുകൾ കേരളത്തിൽ ഉണ്ട്. മലപ്പുറത്തും പോളിടെക്നിക് കോളേജ് ലഭ്യമാണ്. പെരിന്തൽമണ്ണയുണ്ട്, യൂണിവേഴ്സിറ്റിക്ക് അടുത്തുണ്ട്. ദെൻ IHRD കീഴിലുള്ള മോഡൽ പോളിടെക്നിക് കോളേജുകളിലും ഡിപ്ലോമയ്ക്ക് പഠിക്കാം. 8 സ്ഥാപനങ്ങളാണ് ആകെയുള്ളത്. പിന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ ഏറെ തൊഴിൽ സാധ്യതയുള്ള 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നേരിട്ട് പഠിക്കാൻ പറ്റുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ ലഭ്യമാണ്. അതിൽ തിരുവനന്തപുരം, കോഴിക്കോട് സർക്കാർ ഹോമിയോപ്പതി കോളേജിലെ സർട്ടിഫിക്കറ്റ് ഇൻ ഫാർമസി ഹോമിയോപ്പതി, സർക്കാർ ആയുർവേദ കോളേജിലുള്ള ആയുർവേദ നഴ്സിംഗ്, ആയുർവേദ ഫാർമസി, ആയുർവേദ തെറാപ്പിസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എന്നിവയ്ക്കും 10ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ നേരിട്ട് പോകാൻ പറ്റുന്നതാണ്. ഇതൊക്കെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളാണ്. പാരാമെഡിക്കൽ കോഴ്സുകൾ ഏറ്റവും കൂടുതലുള്ളത് +2 ശേഷമാണ്. ഡിഗ്രി തലത്തിലും ഡിപ്ലോമ തലത്തിലും പഠിക്കാൻ പറ്റുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിഗ്രി കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ടുണ്ട്. ഇത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് പോകാൻ പറ്റുന്ന കോഴ്സാണ് ഇവിടെ പറയുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഋഷികേഷ് നടത്തുന്ന ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റർ ടെക്നീഷ്യൻ എന്ന് പറയുന്നൊരു കോഴ്സും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നൊരു കോഴ്സാണ്.
പിന്നെ നേരത്തെ സൂചിപ്പിച്ച ITIയിൽ വിവിധ ട്രേഡുകളുണ്ട്. 2 വർഷത്തെ കോഴ്സിലാണ്. മിക്കതും പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബിവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, ഫുഡ് പ്രൊഡക്ഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ആൻഡ് ഓപ്പറേഷൻ, ബേക്കറി ആൻഡ് കൺഫെക്ഷണറി, കാനിങ് ആൻഡ് ഫുഡ് റിസർവേഷൻ, ഇങ്ങനെയുള്ള നിരവധി കോഴ്സുകൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാണ്. 1 വർഷത്തെ കോഴ്സിൻ്റെ ഭാഗമായി 3 മാസം ട്രെയിനിങ് കൂടി ഉണ്ടാവും. കേരളത്തിൽ 12 സെൻറ്ററുകളുള്ളത്. അത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കും. ഈ കോഴ്സുകൾക്കൊക്കെ ഈ ഒരു സമയത്താണ് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്ന ഉടനെയാണ് ഈ കോഴ്സുകളൊക്കെ വിളിക്കാറ്. ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിലും മറ്റും ജോലിക്ക് സാധ്യതയുള്ള ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC 10 മാസത്തെ കോഴ്സുണ്ട്. 16 സെൻട്രലാണ് കേരളത്തിലുള്ളത്. ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനത്തിൽ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സ് ഉണ്ട്. 17 സെൻറ്ററാണ് കേരളത്തിലുള്ളത്. മലപ്പുറത്ത് മഞ്ചേരിയാണുള്ളത്. അതും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന കോഴ്സുണ്ട്. ഇതിൽ അവസാനത്തെ 2 മാസം പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. ട്രെയിനിങ് സമയത്ത് 900-ഓളം രൂപ സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കും. ഇതിൽ വലിയ ലൈബ്രറികളിൽ ലൈബ്രറി അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ഈ ഒരു കോഴ്സ് സഹായകരമാണ്. സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന മോഡേൺ സർവേ സർട്ടിഫിക്കറ്റ് കോഴ്സ്, സർവേ ചെയ്യാനും അതുപോലെ പറമ്പളക്കാനും ഒക്കെ ഭൂമി അളക്കാനൊക്കെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് സാധ്യതയുണ്ട്. പ്രീ സീ ട്രെയിനിങ് ഫോർ ജനറൽ പർപ്പസ് മറൈൻ അക്കാഡമി നടത്തുന്ന ഈ പ്രീ സീ ട്രെയിനിങ്ങുകൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നേരിട്ട് പോകാൻ പറ്റുന്ന കോഴ്സാണ്. കപ്പലുകളിൽ ജോലി ലഭിക്കും. സിപ്പറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി ചെന്നൈയിലുള്ള സെൻട്രൽ ഗവൺമെൻറ് കീഴിലെ സ്ഥാപനത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക് പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ 1 വർഷത്തെയും 2 വർഷത്തെയൊക്കെ കോഴ്സുകൾ ലഭ്യമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ നടത്തുന്ന ടെക്നീഷ്യൻ ഇൻ ഹൗസ് കീപ്പിംഗ്, ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ, ടെക്നീഷ്യൻ പെയിൻറ്റിംഗ്, സ്കഫോൾഡിംഗ്, റോഡ് കൺസ്ട്രക്ഷൻ, മെഷീനറി ഓപ്പറേറ്റർ, വെൽഡർ, ക്വാളിറ്റി ടെക്നീഷ്യൻ തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് തന്നെ ചേരാൻ പറ്റുന്നതാണ്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കും. പിന്നെ LBS കേരള ഗവൺമെൻറ് കീഴിലുള്ള LBS സെൻറ്റർ നടത്തുന്ന കമ്പ്യൂട്ടർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ കോഴ്സുകൾ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക് നേരിട്ട് ചേരാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഇത് പ്രൈവറ്റായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ലഭ്യമാണ്. ഈ കോഴ്സുകൾ ഡാറ്റ എൻട്രി, ഓഫീസ് ഓട്ടോമേഷൻ, MS ഓഫീസ് ആൻഡ് ഇൻ്റർനെറ്റ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഇൻ്റർനെറ്റ്, DTP, പ്രോഗ്രാം ഇൻ C++, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, മെയിൻ്റനൻസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്. കെൽട്രോൺ നോളജ് സെൻറ്റർ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലിനക്സ്, DTP തുടങ്ങിയ കോഴ്സുകളും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി നടത്തുന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് ടെക്സ്റ്റൈൽ ഡിസൈൻ, ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി തുടങ്ങിയിട്ടുള്ള കോഴ്സുകളും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ്. അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്റർ നടത്തുന്ന പാറ്റേൺ മാസ്റ്റർ, അഡ്വാൻസ്ഡ് പാറ്റേൺ മാസ്റ്റർ, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ സ്വിയിങ്, മെഷീൻ മെയിൻ്റനൻസ് തുടങ്ങിയവ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങൊക്കെയായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. പിന്നെ കപ്പലിലൊക്കെ ജോലി ലഭിക്കുന്ന CIF NET നടത്തുന്ന വെസൽ നാവിഗേറ്റർ, മറൈൻ ഫിറ്റർ കോഴ്സുകൾ അതും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് പോകാൻ പറ്റുന്നതാണ്. കേരളത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് NTTF. അവർ നടത്തുന്ന ടൂൾ ആൻഡ് ഡൈ പോലെയുള്ള കോഴ്സുകൾ, ഇലക്ട്രോണിക് ആൻഡ് എംബഡഡ് സിസ്റ്റം, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് IT ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡാറ്റാ സയൻസ്, മെക്കട്രോണിക്സ്, എഞ്ചിനീയറിംഗ് ആൻഡ് സ്മാർട്ട് ഫാക്ടറി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമയും അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സും ലഭ്യമാണ്. ഈ കോഴ്സുകൾ കഴിഞ്ഞാൽ പലപ്പോഴും പ്ലേസ്മെൻറ്റ് അവർ തന്നെ റെഡിയായി കൊടുക്കുന്നുണ്ട്. ഈ NTTFൻ്റെ ഒരു സെൻറ്റർ ഇപ്പോൾ മലപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് ഇവിടേക്കുള്ള അഡ്മിഷൻ. ഡീറ്റെയിൽസ് NTTFൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ലഭ്യമാണ്. സെൻട്രൽ ഫുട്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ ഷൂ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് പാറ്റേൺ കട്ടിംഗ്, ഷൂ കാർഡ് തുടങ്ങിയവ ഈ ലെതറുമായിട്ട് ബന്ധപ്പെട്ട ഷൂ, ചെരുപ്പ് തുടങ്ങിയ നിർമ്മാണ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി കിട്ടാൻ ഏറെ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് തന്നെ ചേരാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ CFTI CH
CFTI ചെന്നൈ എന്ന സൈറ്റിൽ പോയി ലഭ്യമാകും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിൻറ്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി ആരംഭിക്കുന്ന കേരള സർക്കാർ അംഗീകാരമുള്ള ഒരു വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻ, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് കോഴ്സുകൾ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ലഭിക്കാൻ ഏറെ സഹായകരമായ കോഴ്സാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നേരിട്ട് ചേരാം. ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ദീർഘകാലം പഠിക്കാൻ ആഗ്രഹമില്ലാത്ത കുട്ടികൾക്ക്, പെട്ടെന്ന് തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ചേരാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഞാനീ പറഞ്ഞ മിക്ക കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് അതത് സൈറ്റിൽ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ ഏത് കോഴ്സാണോ വേണ്ടത് ആ രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാണ്. +2 കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. +2 തന്നെ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിങ്ങനെ 3 തരത്തിലുള്ള +2 നമുക്കറിയാം. ഇതിൽ സയൻസ് കഴിയുന്ന ആൾക്കാർക്ക് ഏത് മേഖലയിലേക്കും പോകാം. അപ്പോൾ സയൻസ് പഠിച്ച ഒരാൾക്ക് +2 കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്ക് എക്കണോമിക്സോ ഹിസ്റ്ററിയോ അതുപോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കാം. ഇനി BCom അതുപോലുള്ള കോഴ്സുകളും സയൻസ് എടുത്തവർക്ക് പഠിക്കാം. അതേ സ്ഥാനത്ത് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുത്ത ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് മേഖലയിലേക്ക് മാത്രമേ ഉപരിപഠനം നടത്താൻ കഴിയുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കുക. പിന്നെ +2 കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. +2 കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളൊന്ന് നീറ്റാണ്. മെഡിക്കൽ മേഖലയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന എൻട്രൻസ് പരീക്ഷയാണ് നീറ്റ്. കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ളയും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലേക്ക് MBBSനുള്ള സീറ്റുകൾ നീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റ് അലൈഡ് മെഡിക്കൽ കോഴ്സുകൾ, ഇറ്റ് മീൻസ് MBBS മാത്രമല്ല BAMS ആയുർവേദ മെഡിസിൻ, ദെൻ BHMS ഹോമിയോ മെഡിസിൻ, അതുകൂടാതെ മൃഗ ഡോക്ടർ ആവാൻ സഹായിക്കുന്ന വെറ്ററി സയൻസ് കോഴ്സുകൾ, BSc ഫിഷറീസ്, സിദ്ധ മെഡിസിൻ, യുനാനി മെഡിസിൻ, ഇതിനൊക്കെയുള്ള BSMS BUMS തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നതും നീറ്റിൻ്റെ റാങ്ക് ബേസിലാണ്. +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച കുട്ടികൾക്കാണ് നീറ്റ് പരീക്ഷ എഴുതാൻ കഴിയുക. മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് JEE ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IITകളിലേക്കും അതേപോലെയുള്ള സെൻട്രൽ ഗവൺമെൻറ് മറ്റ് പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് JEEയുടെ റാങ്ക് ലിസ്റ്റിലാണ്. JEEക്ക് 2 പരീക്ഷയുണ്ട്. ആദ്യം മെയിൻ, അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് അഡ്വാൻസിൽ മികച്ച സ്കോർ ലഭിക്കുന്ന ആൾക്കാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട IITകളിൽ അഡ്മിഷൻ കിട്ടുക. IITയിൽ ഏകദേശം 40ഓളം എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. അതുകൂടാതെ ഏകദേശം 10ലധികം സബ്ജക്റ്റുകൾക്ക് ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. അതുകൂടാതെ ബാച്ചലർ ഓഫ് ഡിസൈൻ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ഏറ്റവും പുതിയ ബ്രാഞ്ചുകൾ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ IITകളിൽ മാത്രമാണ്. മാത്രമല്ല NIT നാഷണൽ ഓഫ് ടെക്നോളജി JEEയുടെ മെയിനിലെ സ്കോറിൻ്റെ ബേസിലാണ് NIT പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷനും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, എഞ്ചിനീയറിംഗ് മാത്രമല്ല സയൻസിൻ്റെ മേഖലയിൽ സയൻറ്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയുള്ള സബ്ജക്റ്റുകൾക്ക് പഠിച്ചിട്ട് അതിലൊരു റിസർച്ച് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും അതിന് വേണ്ടിയുള്ള ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് ISER, ഇന്ത്യൻ സ്പേസ് ടെക്നോളജി, നാഷണൽ ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച്. ഇതേപോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങളിലേക്ക് ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭ്യമാകുന്നതും ഈ JEEയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. ഇപ്പോൾ സയൻസിൻ്റെ മേഖലയിൽ സയൻറ്റിസ്റ്റൊക്കെ ആവാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യണം. ഡീറ്റെയിൽസൊക്കെ JEEയുടെ ട്രെയിനിങ് ആവശ്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ JEEയുടെ അല്ലെങ്കിൽ CBSEയുടെ ഒക്കെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ലഭ്യമാകും. മറ്റൊരു പരീക്ഷയാണ് CLAT കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. വക്കീലാവാനും ജഡ്ജാവാനൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് +2 കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് CLAT. JEE എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ ഈ +2 കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുന്നതുണ്ട്. ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ തന്നെയാണ്. പക്ഷെ അത് ഇന്ത്യയിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളിലേക്കുള്ള ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. പിന്നെ MBA ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് കോഴ്സുകൾ നൽകുന്നത് IIM ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ +2 കഴിഞ്ഞിട്ട് ഇൻഡോറിൽ
സാധാരണ ഈ പി ജി കോഴ്സുകളാണ് മാനേജ്മെൻറ്റ് കോഴ്സുകളായിട്ട് ലഭ്യമായിട്ടുള്ള. ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് അവിടേക്കുള്ള അഡ്മിഷൻ. പക്ഷേ ഇൻഡോറിലെ IIM അവിടെ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് കോഴ്സ് നൽകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന പ്രത്യേകമായിട്ടുള്ള എൻട്രൻസ് പരീക്ഷയുണ്ട്. അതുകൊണ്ട് IITകളിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ചെന്നൈ IITയിൽ ഹ്യൂമാനിറ്റീസ്, പ്രത്യേകിച്ച് എക്കണോമിക്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് അവസരമുണ്ട്. അതിനുവേണ്ടി ചെന്നൈ IIT നടത്തുന്ന IIT ഹ്യൂമാനിറ്റീസ് എൻട്രിക്ക് വേണ്ടിയുള്ള പ്രത്യേക എൻട്രൻസ് പരീക്ഷകളും ഉണ്ട്. ഈ പരീക്ഷകൾക്കൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് KVPY, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന. പ്ലസ് 1 നിന്നും പ്ലസ് 2 നിന്നും ഡിഗ്രി സയൻസ് സബ്ജക്റ്റ് എടുത്ത് ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പരീക്ഷ എഴുതാം. ഈ പരീക്ഷയിൽ മികച്ച സ്കോർ ലഭിക്കുന്ന കുട്ടികൾക്ക് പിന്നെ PhD വരെ ആരുടെയും ഇത് കൂടാതെ, പിന്തുണ കൂടാതെ സ്വന്തമായിട്ട് പഠിക്കാനുള്ള അവസരം ലഭിക്കാം. ഇറ്റ് മീൻസ് എല്ലാവിധ ചെലവുകളും സർക്കാർ ലഭ്യമാകും. മാസത്തിൽ ഏകദേശം 6000-7000 രൂപ ലഭിക്കും. വർഷത്തിൽ 30,000 രൂപ അത് വേറെ ലഭിക്കും. പിന്നെ PhD വരെ സർക്കാർ സ്കോളർഷിപ്പോടെ പഠിക്കാൻ KVPY പരീക്ഷയിലൂടെ സാധ്യമാകും. ഇത്തരത്തിൽ നിരവധി എൻട്രൻസ് പരീക്ഷകളും പ്ലസ് 2 കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ആ പരീക്ഷകളെ കുറിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിക്കണം. ഇനി പ്ലസ് 2 സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് മെഡിസിൻ്റെ ഓപ്ഷനാണ്, എഞ്ചിനീയറിംഗ് ഒരു ഓപ്ഷനാണ്. അതുകൂടാതെ പാരാമെഡിക്കൽ കോഴ്സുകൾ ധാരാളമായിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് ഒരു നേഴ്സിനെയും ഡോക്ടർമാരെയും കൂടാതെ തന്നെ ഏകദേശം 100-നടുത്ത് പാരാമെഡിക്കൽ കോഴ്സുകൾ ലഭ്യമാണ്. അതായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇപ്പോൾ അപകടം പറ്റി വീണ് കാല് പൊട്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നാൽ ഉടനെ ഡോക്ടർ എക്സ്റേ എടുക്കാനാണ് പറയുക. എക്സ്റേ എടുക്കണമെങ്കിൽ അതിൽ എക്സ്റേ മെഷീൻ വേണം. എക്സ്റേ മെഷീൻ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടൊരു കോഴ്സ് ഉണ്ട്. പ്ലസ് 2 സയൻസ് ഗ്രൂപ്പ് എടുത്ത ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന BTech കോഴ്സ്. ഇനി എക്സ്റേ മെഷീൻ ഉണ്ട്, എടുക്കാൻ ഒരാൾ വേണം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നേരിട്ട് പോകാൻ പറ്റുന്ന എക്സ്റേ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഇനി എക്സ്റേ മെഷീൻ ഉണ്ട്, എടുക്കാൻ ആളുമുണ്ട്. അതെടുക്കാനുള്ള ഫിലിം വേണം. ഫിലിം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ കോഴ്സ് ഉണ്ട്. ഇപ്പം ഫിലിമില്ല, അത് കമ്പ്യൂട്ടർ തരത്തിലേക്ക് പോയിട്ടുണ്ട്. എന്നാലും ചില സ്ഥാപനങ്ങൾ ഇപ്പോഴും ഫിലിം ഉപയോഗിക്കുന്നുണ്ട്. ഇനി എക്സ്റേ എടുത്തു, ഡോക്ടറത്തേക്ക് വന്നു. ഡോക്ടർ എക്സ്റേ നോക്കിയിട്ട് പറയാണ് എല്ല് പൊട്ടിയിട്ടുണ്ട്, ഓപ്പറേഷൻ വേണം. ഇനി ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് മാത്രം 7-8 കോഴ്സുകൾ ലഭ്യമാണ്. ഡിപ്ലോമ ഇൻ MLT, മെഡിക്കൽ ലാബ് ടെക്നീഷ്യനിൽ ഡിപ്ലോമ, പ്ലസ് 2 കഴിഞ്ഞിട്ട് 2 വർഷത്തെ കോഴ്സാണ്, സയൻസ് ഗ്രൂപ്പ് എടുത്തിരിക്കണം. BSc MLT 4 വർഷത്തെ കോഴ്സാണ്. BSc മെഡിക്കൽ മൈക്രോബയോളജി 4 വർഷത്തെ കോഴ്സാണ്. BSc മെഡിക്കൽ ബയോകെമിസ്ട്രി 4 വർഷത്തെ കോഴ്സാണ്. ദെൻ ഇത് കൂടാതെ ചിലപ്പോൾ ബ്ലഡ് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടി വന്നേക്കാം. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എന്നും പറഞ്ഞിട്ട് വേറെ കോഴ്സ് ഉണ്ട്. ഇനി ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു. ഇതിനൊക്കെ ഡോക്ടറെ സഹായിക്കാൻ വേണ്ടി ഡോക്ടർ കൂടെ ഒരാളുണ്ടാവും. BSc നേഴ്സിംഗ്, BSc 4 വർഷത്തെ കോഴ്സാണ്. ഇനി ഓപ്പറേഷൻ വേണം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു. ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിക്കാൻ വേണ്ടി മാത്രം ഒരാളുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ. അത് പ്ലസ് 2 കഴിഞ്ഞിട്ട് 2 വർഷത്തെ കോഴ്സാണ്. ഇനി ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് പലതരത്തിലുള്ള മരുന്നുകൾ നൽകേണ്ടി വന്നേക്കാം. മരുന്ന് നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് BPharm, MPharm തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ലഭ്യമാണ്. ഡോക്ടർ ഒരു കുറിപ്പ് തരുന്നു, ആ കുറിപ്പായിട്ട് അടുത്തൊരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നു. അവിടുന്ന് മരുന്ന് എടുത്തു തരാൻ വേണ്ടി ഒരാളുണ്ട്. അത് പലപ്പോഴും പ്ലസ് 2 കഴിഞ്ഞിട്ട് 2 വർഷത്തെ ഫാർമസി കോഴ്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കാം, DPharm. ഇനി ഓപ്പറേഷൻ ചെയ്യാൻ നോക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരാൾ അനസ്തേഷ്യ മയക്കണം. അതിനുവേണ്ടി അനസ്തേഷ്യയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറുണ്ട്. അതുകൂടാതെ ഈ ഡോക്ടറെ സഹായിക്കാൻ വേണ്ടി അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്നും പറഞ്ഞിട്ട് പ്ലസ് 2 കഴിഞ്ഞിട്ട് 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ടെക്നീഷ്യനും കൂടെയുണ്ട്. ഇനി ഓപ്പറേഷൻ ചെയ്യുന്നു. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഡോക്ടർ തുടക്കം മുതൽ സ്റ്റെതസ്കോപ്പ് മുതൽ സ്കാനിങ് മെഷീൻ വരെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ എക്യുപ്മെൻറ്റ്സൊക്കെ, ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെക്നീഷ്യൻ ആവശ്യമുണ്ട്. അത് മെഡിക്കൽ എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. ഇത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3 വർഷത്തെ പോളിയിലുള്ള ഡിപ്ലോമ കോഴ്സാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ്. ഇനി ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്താണ് ഡോക്ടർ പറയുന്നത് എല്ലിൻ്റെ ഒരു കഷ്ണം തന്നെ പോയിട്ടുണ്ട്, അവിടെ പകരം ഒരു എല്ലിൻ്റെ കഷ്ണം വെക്കണം, കൃത്രിമ ആയിട്ടൊരു കഷ്ണം വെക്കണം.
അതിനുവേണ്ടി അത്തരത്തിലുള്ള കൃത്രിമ അവയവ നിർമ്മാണത്തിനുള്ള ഒരു കോഴ്സുണ്ട്, ബിടെക് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് എഞ്ചിനീയറിംഗ്. ഇനി അത്തരത്തിലൊരു കഷ്ണമൊക്കെ വെക്കുന്നു, പിന്നെ മുറിവൊക്കെ തുന്നിക്കെട്ടുന്നു, മുറിവ് ഉണങ്ങിയതിന് ശേഷം ആൾക്ക് നടക്കാൻ പറ്റുന്നില്ല, ഈ നടത്തത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടൊരു കോഴ്സുണ്ട്, BSc ഫിസിയോതെറാപ്പി. +2 കഴിഞ്ഞിട്ട് 4 വർഷത്തെ കോഴ്സാണ്. ഇനി വീണ സമയത്ത് പല്ലുകൂടെ പൊട്ടിണിയായിരിക്കുക, പല്ല് നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും കോഴ്സുണ്ട്, ഡെൻ്റൽ മെക്കാനിക് അല്ലെങ്കിൽ ഡെൻ്റൽ ഹൈജീനിസ്റ്റ്. വീണ്ടും കണ്ണിന് പരിക്ക് പറ്റുന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ ആയിട്ട് പരിശോധിക്കാൻ വേണ്ടിയുള്ള BSc ഒപ്റ്റോമെട്രി എന്ന കോഴ്സുണ്ട്. ഇനി കണ്ണട നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒപ്താൽമിക് അസിസ്റ്റൻറ്റ്, ഒപ്താൽമിക് ടെക്നീഷ്യൻ തുടങ്ങിയുള്ള കോഴ്സുകൾ ലഭ്യമാണ്. ഇത് ഞാനൊരു ചെറിയ അസുഖമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പറഞ്ഞ പാരാമെഡിക്കൽ കോഴ്സുകളാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മേഖലയിൽ ഒന്നാണ് പാരാമെഡിക്കൽ ഏരിയ. പാരാമെഡിക്കൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉണ്ടാവുക നേഴ്സിങ്ങിനാണ്. കാരണം ഒരു വലിയ ഹോസ്പിറ്റലിൽ 500 1000 നേഴ്സുമാരുണ്ടാവും. അവിടെ ഫാർമസിസ്റ്റായിട്ട് 2-3 പേരെ ഉണ്ടാവുള്ളൂ, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസായിട്ട് 2-3 പേരെ ഉണ്ടാവുള്ളൂ, പിന്നെ എക്സ്റേ ടെക്നീഷ്യൻ 2-3 പേരെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ പാരാമെഡിക്കൽ മേഖലയിൽ പുതിയ ഒരുപാട് കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. കാർഡിയാർ വാസ്കുലർ ടെക്നോളജി തുടങ്ങിയിട്ടുള്ള ചില കോഴ്സുകൾ പേര് കേൾക്കും വളരെ മനോഹരമാണ്. പക്ഷേ ഇത്തരം കാർഡിയോ വാസ്കുലർ ടെക്നോളജി പോലെയുള്ള കോഴ്സുകൾ കഴിഞ്ഞാൽ ജോലി സാധ്യത വളരെ പരിമിതമാണ്. കാരണം വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മാത്രമേ ഇത്തരം സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകൾ കഴിഞ്ഞ ആൾക്കാർക്ക് സാധ്യതയുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, പാരാമെഡിക്കൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത് BSc നേഴ്സിങ്ങിനാണ്. അപ്പോൾ ലോകത്ത് മുഴുവൻ മലയാളി നേഴ്സുമാരാണ് ഹോസ്പിറ്റലുകൾ വർക്ക് ചെയ്യുന്നത്. 4 വർഷം +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ 4 വർഷത്തെ BSc നേഴ്സിങ്ങിന് ചേരാം. പിന്നെ സാധാരണ പറയുന്ന മറ്റ് പല കോഴ്സുകളും BSc തലത്തിൽ പോകാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ, അത് കഴിഞ്ഞിട്ടുള്ള ഉപരിപഠനങ്ങൾ, അതിൻ്റെ റിസർച്ച് മേഖലകളിലൊക്കെ. ഇനി ഹ്യൂമാനിറ്റീസിൻ്റെ മേഖലയിൽ പോകാൻ പറ്റുന്ന സോഷ്യോളജി, സൈക്കോളജി ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാലും കൊമേഴ്സ് കഴിഞ്ഞാലും സയൻസ് കഴിഞ്ഞാലും ഒക്കെ പോകാം. ദെൻ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകൾ. ഇനി കൊമേഴ്സ് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന BCom, MCom തുടങ്ങിയുള്ള കോഴ്സുകൾ. അതുകൂടാതെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA എന്ന് പറയുന്ന കോഴ്സുണ്ട്, കമ്പനി സെക്രട്ടറി പോലെയുള്ള കോഴ്സുകളുണ്ട്, CWA കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സുകളുണ്ട്, ACCA എന്നൊക്കെ പറയുന്ന അക്കൗണ്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട വിവിധ കോഴ്സുകൾ ലഭ്യമാണ്. 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ +2 ഒക്കെ നല്ല മാർക്ക് ലഭിക്കുന്ന, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ചില സ്ഥാപനങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. അതിലൊന്നാണ് IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി. ഇതിലാകെ ഒരു സ്ഥാപനമേ ഉള്ളൂ ഇന്ത്യയിൽ, അത് തിരുവനന്തപുരത്താണ്. അവിടെ +2 കഴിഞ്ഞ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് +2 തലത്തിൽ പഠിച്ചവർക്ക് BTech തലത്തിൽ ഏവിയോണിക്സ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഫിസിക്കൽ സയൻസ് ആൻഡ് RF, മൈക്രോ സിസ്റ്റം, കെമിക്കൽ സിസ്റ്റം തുടങ്ങിയ കോഴ്സുകൾ 4 വർഷത്തെ കോഴ്സ് പഠിക്കാം. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നേരെ നിയമനം ISRലാണ്. ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് IIT JEE അഡ്വാൻസിലെ സ്കോറിൻ്റെ ബേസിലാണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, സയൻസിൻ്റെ മേഖലയിൽ സയൻറ്റിസ്റ്റ് ആവാനും ആ മേഖലയിൽ റിസർച്ച് നടത്താനും, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിക്കൽ സയൻസിൽ ഉയർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങളിലൊന്നാണ് IISc, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ഡിഗ്രി തലത്തിലും PG തലത്തിലും ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളും ലഭ്യമാണ്. KVPY, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന പരീക്ഷയിലെ സ്കോർ, അല്ലെങ്കിൽ IIT JEE നടത്തുന്ന അഡ്വാൻസ്ഡ് സ്കോറിൻ്റെ ബേസിലാണ് ഇവിടേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സ്ഥാപനമാണ് ISER, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. IISc കഴിഞ്ഞാൽ സയൻസിൻ്റെ മേഖലയിൽ നന്നായിട്ട് ഉയർന്നു പോകാൻ പറ്റുന്നൊരു സ്ഥാപനമാണ് ISER. അവിടേക്ക് അഡ്മിഷൻ എന്ന് പറയുന്നതും IIT JEE ബേസിലാണ്. NISER, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഭുവനേശ്വർ. അറ്റോമിക് എനർജി കമ്മീഷൻ്റെ കീഴിൽ അറ്റോമിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് മേഖലയിൽ റിസർച്ച് നടത്താനും അത്തരം മേഖലയിൽ ജോലി ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ള സ്ഥാപനമാണ് NISER. അവിടെയും BTech കോഴ്സിലാണ് ലഭ്യമായിട്ട്, ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സിലാണ് ലഭ്യമായിട്ടുള്ളത്. IIT JEE നടത്തുന്ന അഡ്വാൻസിലൂടെയാണ് അവിടേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ IITs, എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും IITയിൽ തന്നെ പഠിക്കണം. കേരളത്തിലെ ഏതെങ്കിലും കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഇപ്പം
17ഓളം IITകൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. വേറെയും ചില IITസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. 40ഓളം ബ്രാഞ്ചസിൽ IITകളിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ലഭ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള കോഴ്സുകൾ ഇപ്പോൾ ഏറ്റവും മികച്ചത് IITയിലാണ് ഉള്ളത്. മറ്റു സ്ഥലത്തൊന്നും അത്ര നല്ല കോഴ്സുകളില്ല. JEE ബേസിലാണ്, അഡ്വാൻസിൻ്റെ ബേസിലാണ്, നേരത്തെ പറഞ്ഞ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബേസിലാണ് അവിടേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത്. IIT JEEയിലൂടെ IITയിലെ എഞ്ചിനീയറിംഗ് കോഴ്സിന് മാത്രമല്ല, അവിടെ ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. എന്നുവെച്ചാൽ സയൻസ് സബ്ജക്റ്റുകൾ BScയും MScയും ഒന്നും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. ഡിസൈനിങ് പോലെയുള്ള കോഴ്സുകളും അവിടെ ലഭ്യമാണ്. മറ്റൊരു സ്ഥാപനമാണ് NIT, നാഷണൽ ഓഫ് ടെക്നോളജി. എഞ്ചിനീയറിംഗിന് IIT കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്നൊരു സ്ഥാപനമാണ് NIT. അവിടെയും ഏകദേശം 25ലധികം ബ്രാഞ്ചസിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. IIT JEEയുടെ മെയിനിലുള്ള റാങ്കിൻ്റെ ബേസിലാണ് അവിടേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന സ്ഥാപനമാണ് IIIT. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ, ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളും ലഭ്യമാണ്. IIT JEEയുടെ ബേസിൽ തന്നെയാണ് അവിടേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത്. മറ്റ് ചില പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ഇപ്പോൾ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് MSW സൈക്കോളജി പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ സ്ഥാപനമാണ് ടാറ്റ സോഷ്യൽ സയൻസ്. MA പ്രോഗ്രാമാണ് അവിടെ ഉള്ളത്. പിന്നെ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ സ്ഥാപനമൊന്നാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൽക്കട്ട, ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, ഹൈദരാബാദ്, ബോംബെ, പൂനെ, വഡോദര തുടങ്ങിയ സ്ഥലങ്ങളിൽ ISI ഉണ്ട്. അവിടെ പ്രത്യേക എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് അവിടേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത്. ദെൻ ISM, ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ്, ധൻബാദിലെ മൈനിങ് എഞ്ചിനീയറിംഗ്, പെട്രോൾ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു പ്രധാനമായ സ്ഥാപനമാണ് ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് ധൻബാദ്. IIT JEEയുടെ ബേസിലാണ് അവിടേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് MBBS ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സ്വപ്നം കാണുക. അല്ലെങ്കിൽ ജിപ്മർ, ജവഹർലാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ ഒക്കെയാണ് മെഡിസിന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്നൊക്കെ പറയുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ തന്നെ സ്വപ്നം കാണുക. +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ചില കോഴ്സുകൾ, BSc തലത്തിൽ പോകാൻ പറ്റുന്ന കോഴ്സുകൾ, പുതിയ കോഴ്സുകൾ: BSc ജെനറ്റിക്സ്, ഫോട്ടോണിക്സ്, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മൈക്രോബയോളജി ആൻഡ് ടെക്നോളജി, ഫുഡ് സയൻസ്, ഡയറി സയൻസ്, ജിയോ ഫിസിക്സ്, നാനോ ടെക്നോളജി, ഫോറൻസിക് സയൻസ്, മെക്കട്രോണിക്സ്, ഓഡിയോഗ്രഫി, സിനിമാറ്റോഗ്രഫി, ആക്ച്വറൽ സയൻസ്, ജോഗ്രഫി, നോട്ടിക്കൽ സയൻസ് തുടങ്ങിയവ. പക്ഷെ ഇതൊക്കെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും ഇത്തരം കോഴ്സുകൾ ലഭ്യമല്ല. ചിലത് കേരളത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരും. ഫോട്ടോണിക്സ് പോലെയുള്ള കോഴ്സുകൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ ലഭ്യമായിട്ട്. ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സാണ് ഫോട്ടോണിക്സ്. അത് +2 കഴിഞ്ഞിട്ട് CAT എന്ന് പറയുന്ന ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട് കൊച്ചി യൂണിവേഴ്സിറ്റി നടത്തുന്ന. ആ ടെസ്റ്റിൻ്റെ ബേസിലാണ് ഫോട്ടോണിക്സ് പോലെയുള്ള ഓഷ്യാനോഗ്രഫി, അതേപോലെ ഫിഷറി സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് അവിടെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കും. ഇവിടെ പാരാമെഡിക്കൽ മേഖലയിൽ നേരത്തെ ചെറിയൊരു സൂചന നൽകിയിരുന്നു. കൂടാതെ നിരവധി കോഴ്സുകൾ പാരാമെഡിക്കൽ മേഖലയിലുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില കോഴ്സുകൾ: BSc MLT 4 വർഷം, BSc മെഡിക്കൽ മൈക്രോബയോളജി 4 വർഷം, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി 4 വർഷം, BSc മെൻ്റൽ റിട്ടാർഡേഷൻ, BSc ഓഡിയോളജി ആൻഡ് സ്പീച്ച്, BSc മെഡിസിനൽ കെമിസ്ട്രി, BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി കെയർ, BSc റെസ്പിറേറ്ററി തെറാപ്പി, BSc ഹെൽത്ത് ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ, BPharm, BSc നഴ്സിംഗ്, BSc റേഡിയോളജി, BSc ഫിസിയോതെറാപ്പി, BSc ഒക്കുപേഷണൽ തെറാപ്പി, ദെൻ BSc ഒപ്റ്റോമെട്രി തുടങ്ങിയുള്ള കോഴ്സുകളൊക്കെ പാരാമെഡിക്കൽ മേഖലയിലുള്ള 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകളാണ്. അതുകൂടാതെ +2 കഴിഞ്ഞിട്ട് 2 വർഷത്തെ ചില കോഴ്സുകളുണ്ട്. അത് ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ളത്: ഡെൻ്റൽ ഹൈജീനിസ്റ്റ്, കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, എൻഡോസ്കോപ്പിക് ടെക്നോളജി, ഡെൻ്റൽ ഓപ്പറേഷൻ തിയേറ്റർ റൂം അസിസ്റ്റൻറ്റ്, റെസ്പിറേറ്ററി ടെക്നോളജി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി. +2 കഴിഞ്ഞിട്ട് 2 വർഷത്തെ കോഴ്സുകളാണ്. ഇത് കേരള ഗവൺമെൻറ് തന്നെ നൽകുന്ന ചില കോഴ്സുകൾ, പ്രധാനപ്പെട്ട കോഴ്സുകൾ
പാരാമെഡിക്കൽ കോഴ്സുകൾ BSc നഴ്സിംഗ്, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc റേഡിയോളജിക്കൽ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BSc ഫിസിയോതെറാപ്പി, BSc ബാച്ചലർ ഓഫ് ഓഡിയോ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ബാച്ചലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി, BPharm, PharmD തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ. ഇതൊക്കെ പാരാമെഡിക്കൽ കോഴ്സുകളാണ്. ഇനി ഏത് സ്ട്രീമിനും പോകാൻ പറ്റുന്ന കുറേ കോഴ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ജ്വല്ലറി ഡിസൈനിങ്, ഫുട്വെയർ ഡിസൈനിങ്, സിറാമിക് ഡിസൈനിങ്, ആനിമേഷൻ ഡിസൈനിങ്, ഇൻറ്റീരിയർ ഡിസൈനിങ് തുടങ്ങിയുള്ള കോഴ്സുകൾ ഈ മേഖലയിൽ ലഭ്യമാണ്. ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ സ്ഥാപനം എന്ന് പറയുന്നത് NID ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്. എൻട്രൻസ് പരീക്ഷയിലൂടെയാണ് അവിടെ അഡ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫാഷൻ ടെക്നോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് NIFT ആണ്, നാഷണൽ ഓഫ് ഫാഷൻ ടെക്നോളജി. അതിൽ ബാംഗ്ലൂരും ആണ് അതിൻ്റെ മെയിൻ സ്ഥാപനം, കണ്ണൂരും അതിൽ പ്രധാന സ്ഥാപനമുണ്ട്. കേരളത്തിലും ഫാഷൻ ടെക്നോളജി പഠിക്കാൻ അവസരങ്ങളുണ്ട്. BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ കോഴ്സ് ഉണ്ട്. ദെൻ BSc ഫാഷൻ ടെക്നോളജി, BSc ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി, PG ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ഡിസൈനിങ് എന്ന് പറഞ്ഞ കോഴ്സുകളുണ്ട്. ദെൻ കേരള ഗവൺമെൻറ് കീഴിൽ തന്നെയുള്ള IFTK ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരളയും ഫാഷൻ ഡിസൈനിങ്ങിൽ കോഴ്സുകൾ നൽകുന്നുണ്ട്. സർക്കാർ മേഖലയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതും നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രത്യേക അജണ്ടയായിട്ട് മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവെന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ്. കേരളത്തിലാണെങ്കിൽ PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇനി ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിൽ UPSC, അതുകൂടാതെ ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, മിലിറ്ററി, ഇത്തരത്തിൽ ഒരുപാട് ഏരിയകളിലേക്ക് നിരന്തരമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയും ആൾക്കാർ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് മുതൽ PhD വരെ പഠിക്കുന്ന ആൾക്കാർക്ക് വിവിധ അവസരങ്ങളാണ് സർക്കാർ മേഖലയിലുള്ളത്. ഈ മേഖലകളെ 18 വയസ്സ് തികഞ്ഞ എല്ലാ കുട്ടികളും ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കണം. എല്ലാ പരീക്ഷയുടെയും ബേസ് എന്ന് പറയുന്നത് ജനറൽ നോളജ്, ജനറൽ മാത്തമാറ്റിക്സ്, റീസണിങ് എബിലിറ്റി, ഇത്തരം ഏരിയകളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് വരാറ്. നിരന്തരമായിട്ട് ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 2-3 വർഷം കൊണ്ട് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തും. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം കൂടെ എല്ലാവരുടെ ഭാഗത്തുണ്ടാവുക. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവർ, +2 കഴിഞ്ഞവരൊക്കെ ഏതെങ്കിലും PSC അല്ലെങ്കിൽ UPSC കോച്ചിങ് സെൻറ്ററിൽ കൂടെ നടത്തണം. കേരള ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷകൾക്ക് മാത്രം അപേക്ഷിച്ചാൽ പോരാ, സെൻട്രൽ ഗവൺമെൻറ് വിളിക്കുന്ന പ്രത്യേകിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയും UPSCയും പരീക്ഷകൾക്കും എല്ലാവരും അപേക്ഷിക്കണം. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും മികച്ച ജോലിയിലേക്ക് എത്തിച്ചേരട്ടെ, ഭാവി ശോഭനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇത്രയൊരു പരിപാടി സംഘടിപ്പിച്ച എൻ്റെ സംഘാടകർക്ക്, കോട്ടൂർ പഞ്ചായത്ത് MSF കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. ഞാൻ സലീം, ജില്ലാ പഞ്ചായത്തിലെ വിജയഗിരി കോർഡിനേറ്ററാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സ്വദേശിയാണ്. താങ്ക് യു വെരി മച്ച്.